അത് മാർക്കണ്ഡേയൻ പറയും, നിങ്ങൾ വേദത്തെ തെറ്റിദ്ധരിപ്പിച്ച് അതത് കാലത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ട് അത് വിറ്റ് നിങ്ങൾ പണം വാങ്ങും, അത് വിറ്റ് നിങ്ങൾ ഉപജീവനം കഴിക്കും കലിയുഗത്തിൽ എന്ന് പറയും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദം വിറ്റ് ഉപജീവനം കഴിക്കും, പൂണൂര് വിറ്റ് നിങ്ങൾ ഉപജീവനം കഴിക്കും, നിങ്ങൾ ചിട്ടയില്ലാതെ ജീവിക്കും. വേദത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അന്നത്തെ ജനങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അന്നത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ വേദം വ്യാഖ്യാനിച്ചു കൊടുക്കും. അതിന് സന്നദ്ധരാകും ബ്രാഹ്മണർ. അല്ല, ആ അപകടമാണ് അപകടമാണ്. അത് സ്വാർത്ഥത വരുമ്പോഴാണ് അതുണ്ടാകുന്നത്. ആ അപകടം ഉണ്ടാകും. ആ അപകടം ഉണ്ടാവാതിരിക്കില്ല ഒരിക്കലും. അതിന് ഒരു പരിധിവരെ ഇപ്പോൾ വേദത്തിനുണ്ടായ സായണ ഭാഷ്യവും ഉപനിഷത്തുകൾക്കുണ്ടായ ശങ്കര ഭാഷ്യവും ഒക്കെ ഇതിൻ്റെ യഥാർത്ഥ താല്പര്യം മനസ്സിലാക്കാൻ സഹായിച്ചിട്ടില്ലേ? സഹായിച്ചിട്ടുണ്ട്. അത് വായിക്കണ്ടേ? അത് വായിക്കുകയോ അതറിയാവുന്നവരുടെ പോയി ചോദിക്കുകയോ എന്നതിന് പകരം എന്ത് ചെയ്യും, നേരത്തെ തന്നെ അവരെല്ലാം കൊള്ളരാത്തവന്മാരാണെന്ന് അങ്ങ് എന്ന് പറഞ്ഞു വരുത്തും. അപ്പോൾ പിന്നെ ആരും അങ്ങോട്ട് നോക്കുകയില്ലല്ലോ. കൊള്ളരുതാത്തവൻ എഴുതിയ, സമൂഹ വിരുദ്ധനായ ഒരാൾ എഴുതിയ പുസ്തകം ആരെങ്കിലും എടുത്ത് വായിച്ചു നോക്കുവോ, ആ പുസ്തകം എഴുതി വച്ചിരിക്കുന്നതോ മനസ്സിലാകില്ലാത്തൊരു ഭാഷയിൽ. എല്ലാം ഇങ്ങനെ ചതുരക്കട്ട പോലത്തെ അക്ഷരത്തിൽ ചതുരക്കട്ട നിരത്തി വെച്ചതുപോലെ ഇരിക്കും, ചതുരക്കട്ട തൂക്കിയിട്ടതുപോലെ ഇരിക്കും അക്ഷരങ്ങളെല്ലാം. ആർക്ക് താല്പര്യം അതിനകത്ത്? പിന്നെ ഇതെല്ലാം പ്രാചീന കൃതികളുമാണ്. ഇതെല്ലാം ജന്മി മുതലാളിത്ത കുത്തക മൂരാച്ചിത്ത പിന്തിരിപ്പ മുന്തിരിപ്പ ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ പറഞ്ഞിട്ട് അവരോട് പിന്നെ ആളുകൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. പിന്നെ കൂടുതൽ ആളുകളും എങ്ങനെയുള്ളവരാണ് ഒരു സമൂഹത്തിൽ? പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, അല്ലേ? പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാനും വേറൊരാൾ പറഞ്ഞ് കേട്ട് വിശ്വസിക്കാൻ, വേറൊരാൾ പറഞ്ഞ് കേൾക്കാനും താല്പര്യമില്ല പല ആളുകൾക്കും. ഈ പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ ശതമാനം ഒന്ന് എടുത്തു നോക്കും. ഒരു ഗ്രാമത്തിൽ പോയിട്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ, ഇങ്ങനെ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് തന്നെ എടുത്തോളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നിന്ന് കിട്ടുമല്ലോ, അത് കേൾക്കാൻ അത്ര ആളുകൾ വരും. അതിനാ ആളിനെ കൂലിക്കെടുക്കണം. അവർക്ക് തച്ചിന് കാശ് കൊടുത്തിട്ടാണ് പലയിടത്തും മീറ്റിംഗ് കേൾക്കാൻ ആളെ വരുത്തുന്നത്. അപ്പോൾ ആളുകൾക്ക് എന്ത് താല്പര്യം ഇരിക്കുന്നതിനകത്തൊക്കെ ആളുകൾക്ക് താല്പര്യം വേണ്ട. ആളുകൾ അവരവരുടേതായ തൊഴിലുകളിൽ താല്പര്യം കാണിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി. എന്നിട്ടവരെ എന്ത് ചെയ്യണം? അവരെ നിസ്വാർത്ഥന്മാരായ നായകന്മാർ നയിക്കണം. നായകന്മാർ നിസ്വാർത്ഥന്മാർ അല്ലാതായപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. നായകന്മാർ സ്വാർത്ഥന്മാരായതാണ് പ്രശ്നത്തിന് കാരണം. അല്ലാതെ എല്ലാവരും പോയി MBBS പാസ്സായിട്ടാണോ? MBBS പാസ്സായാലും ഇപ്പോൾ ചികിത്സിക്കാൻ ഒക്കില്ല. MBBS പാസ്സായവരാണ് വലിയ ഹോസ്പിറ്റലുകളുടെ ഒക്കെ വാതൊക്കെ വാച്ചറായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ആർക്കും വേണ്ടവരെ പണ്ട് പണ്ട് LMB എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരീക്ഷ പാസ്സായവരാണ് എല്ലാ രോഗങ്ങൾക്കും ചികിത്സ നിശ്ചയിച്ചിരുന്നത്. ഒരു ഡിപ്ലോമ കോഴ്സാണ് മെഡിസിനിലെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. എത്രയോ ആളുകളെ അവർ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അതെല്ലാം പോയിട്ട് MBBS പാസ്സായിച്ച് വന്നാൽ അവന് ജോലി കൊടുക്കണമെങ്കിൽ അവനെ വാച്ചറായിട്ട് നിർത്താൻ വേണമെങ്കിൽ വേണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കത്തക്ക വിധത്തിലാണ് വലിയ ഹോസ്പിറ്റലുകളുടെ ഉള്ള നില. അവർ എല്ലാവരും MBBS അല്ലെങ്കിൽ MDയോ MSോ FRCSോ MRCPയോ XYZ ഒക്കെ പോയി പരിശീലനം നേടി വന്നിട്ടല്ലല്ലോ ഒരു ഗ്രാമത്തിൽ ചികിത്സ നടക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ 2 ഡോക്ടറോ മതി, ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മതി. പിന്നെ എന്താണ് അത്യാവശ്യം? അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടായിരിക്കരുതെന്നുള്ളതാണ് അതിനകത്ത് അത്യാവശ്യം. അതെന്തായാലും പാലിക്കപ്പെടുന്നുമുണ്ട് നമ്മുടെ വർത്തമാനകാലത്ത്. അവർ ചികിത്സിച്ചോളും. അതുപോലെ വേദങ്ങൾ അഭ്യസിച്ച നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർ ഇവരെ നേർവഴിക്ക് നടത്തിക്കോളും. വേദങ്ങൾ അഭ്യസിച്ച നേതാക്കന്മാർക്ക് ഭരണാധികാരം കിട്ടണമെന്ന് വന്നാൽ സംഗതി പോയി. അപ്പോൾ ബ്രാഹ്മണൻ വന്ന് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കും. ബ്രാഹ്മണൻ വന്ന് മുഖ്യമന്ത്രിയായെന്നാൽ ഇവൻ വേദം അഭ്യസിച്ചുകൊണ്ടിരുന്നവനാണ്, ഇവന് നടപടി എടുക്കാൻ അറിയാമോ? അതൊട്ടറിയാൻ പാടില്ല താനും. അപ്പോൾ ഭരണം കുന്തത്തേലാവും. അതാണ് ഈ വർണ്ണസങ്കരം കൊണ്ടുള്ള കുഴപ്പം. പഠിച്ച കാര്യത്തിലേ പ്രാക്ടീസ് ചെയ്യാവൂ, പഠിച്ച കാര്യമേ അവൻ പ്രയോഗത്തിൽ കൊണ്ടുവരാവൂ. വേറൊരു രംഗത്തേക്ക് പോയിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ട് ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആരോഗ്യമന്ത്രി MBBSകാരനാവണ്ട. നമ്മുടെ ഇവിടെ ഒരു MBBSകാരനുള്ള ഒരുത്തൻ റോഡ് പണിയുടെ മേസ്തിരിയാണ് മന്ത്രി.
അല്ലാതെ അദ്ദേഹത്തെ ആരോഗ്യമന്ത്രി ആക്കിയില്ലല്ലോ, ആവശ്യമില്ലേ. ഭരിക്കാനുള്ള കഴിവ് അത് വേറൊരു സംഗതിയാണ്. അല്ല അതിനെ ഇത് എന്ത് വിദ്യാഭ്യാസമാണത്? ആരോഗ്യ വിദ്യാഭ്യാസം. ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കാൻ MBBSകാരനോ MD-കാരനോ ഒന്നും വേണ്ട. ഇത് MBBSൻ്റെ കോളേജിലെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും വേണ്ട. അതിനാരെങ്കിലും ഒരാൾ ഇതിൽ സാമർഥ്യമുള്ള ഒരാൾ അവിടെ ഇരുന്നാൽ മതി. ഇപ്പോഴാണെങ്കിൽ സാമർഥ്യവും വേണ്ട, പണ്ടാണെങ്കിൽ അതിൽ സാമർഥ്യം വേണമായിരുന്നു. അപ്പോൾ ജനങ്ങളെ നയിക്കാൻ ഇതെല്ലാം പഠിച്ച നായകന്മാരുണ്ട്. അതിനാണ് ഇത് പഠിച്ച മന്ത്രിമാരെ എന്ന് രാജാക്കന്മാർ വെച്ചിരുന്നത്. രാജാക്കന്മാർ തന്നെ ഇതിൽ സാമാന്യാധികമായ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്കറിയാം അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാരാണ് എന്ന് നോക്കി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. ആ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് ആർക്ക് വേണ്ടത്? ഒരു ഭരണനായകന് വേണ്ടത്. അങ്ങനെ ഇതിൽ സമീകരണം സാധ്യമായിരുന്നു. ഒരു കാലത്തും അഹിംസാപരമായ അനുഷ്ഠാനങ്ങൾ ആധ്യാത്മികമായ ഉന്നമനത്തിന് അവശ്യം അനുഷ്ഠേയമാണ് എന്ന് ഭാരതത്തിലെ ഐതിഹ്യങ്ങളിൽ പോലും അങ്ങനെ കഥയില്ല, അങ്ങനെ ഉപദേശമില്ല. അല്ലാതെ കാണുന്ന ഐതിഹ്യങ്ങളെല്ലാം പിൽക്കാലത്ത് വേദവിരുദ്ധമായി ഉണ്ടായിട്ടുള്ള ഐതിഹ്യങ്ങളാണ്. അത് തിരിച്ചറിയണം. അതിനെയൊന്നും ഐതിഹ്യങ്ങൾ എന്ന് വിളിക്കാൻ നിവൃത്തിയില്ല. ഐതിഹ്യത്തിന് പ്രത്യേകമായ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഐതിഹ്യത്തിൽ എന്തുണ്ടാകും? ചരിത്രമുണ്ടാകും, ഭാവനയുണ്ടാകും, ആചാരത്തിൻ്റെ പദ്ധതി ഉണ്ടാകും. ഇത്രയും ഒത്തു വരുമ്പോഴാണ് ഒന്ന് ഐതിഹ്യമാകുന്നത്. അല്ലാത്തതൊന്നും ഐതിഹ്യങ്ങളല്ല. നമ്മൾ വെറുതെ പഴങ്കഥകളെല്ലാം ഇങ്ങനെ ഐതിഹ്യങ്ങളെന്ന് പറയുകയാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ശങ്കരാചാര്യൻ എന്ത് ചെയ്തു? തലയെടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. തലയെടുത്തുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് പറയാം. പക്ഷേ അതോടെ എന്തുണ്ടായി? ഒരു ചീത്ത കീഴ്വഴക്കമുണ്ടായി. സന്യാസിമാർ അനാവശ്യമായ ത്യാഗം ചെയ്യണം എന്ന് ജനങ്ങൾക്കതൊരു പാഠമായി. അതാണ് ആ പ്രവൃത്തി കൊണ്ട് വന്ന അപകടം. അത് ചെയ്യാൻ പാടില്ല. പുലോമ തത്വശാസ്ത്രത്തിൻ്റെ അമ്മയാണ്. എന്ത് തത്വശാസ്ത്രം? ആസുരമായ തത്വശാസ്ത്രത്തിൻ്റെ അമ്മയാണ്. അപ്പോൾ പുലോമയുടെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്ന് വികസിച്ച് അതിശക്തന്മാരായി തീർന്നവരാണ്. യുദ്ധം ചെയ്യാത്തവരെ, നമ്മൾ ജമദഗ്നിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ശങ്കരാചാര്യരിലേക്ക് വന്നത്. ജമദഗ്നിക്ക് വേണ്ടിയല്ല അപ്പോൾ പ്രവർത്തിക്കേണ്ടത്. ആശ്രമാധിപൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വാളെടുക്കണം. വാളുമായിട്ട് വരുന്നവരുടെ അടുത്ത് എന്താണ് ഈ വാളെടുക്കാനുള്ള വിദ്യ മുഴുവനും അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും പഠിപ്പിച്ച് കൊടുത്തവനാണ് ജമദഗ്നി. അത് പാഴായിപ്പോയി എന്ന് വരികയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി കൊണ്ട്. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ നേച്ചർ, ആന്തരികമായ അദ്ദേഹത്തിൻ്റെ ഏർജ്, ആന്തരിക പ്രചോദന തലത്തിലാണ് ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും അക്രമത്തിന് വരുന്ന ആശ്രമം ആക്രമിക്കാൻ ആയുധങ്ങളോടും കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള അശ്വഭടന്മാരോടും തേർപ്പടയോടും കാലാൾപ്പടയോടും കൂടി വരുമ്പോൾ ചെറുക്കാനല്ലേ നോക്കേണ്ടത്? അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്നേയാസ്ത്രം വിട്ടാൽ മതി. ആഗ്നേയാസ്ത്രത്തിന് അദ്ദേഹത്തിന് വില്ലും വേണ്ട, അമ്പും വേണ്ട. വിചാരായുധനാണ് ജമദഗ്നി. വിചാരിച്ചാൽ മതി കത്തിപ്പോട്ടേന്ന്. ഇനി പോയി അകത്തെ മുറിയിൽ പോയിട്ട് പെട്ടി തുറന്നു. താക്കോൽ ചിലപ്പോൾ രേണുകയുടെ കയ്യിലായിരിക്കും. രേണുകയുടെ കയ്യിൽ നിന്ന് അവൾ വെള്ളത്തിന് പോയിരിക്കുകയായിരിക്കും കുടവുമായിട്ട്. രേണുകയുടെ കയ്യിൽ നിന്ന് താക്കോൽ മേടിച്ച് പെട്ടിയുടെ പൂട്ട് തുറന്ന് പിന്നെ പെട്ടിയുടെ അടപ്പ് പൊക്കി വെച്ച് പിന്നെ അതിനകത്ത് കൈയിട്ട് വില്ലെടുക്കുക, പിന്നെ അമ്പെടുക്കുക വേറെ സ്ഥലത്ത് പോയിട്ട്. ഈ പണിയൊന്നും ചെയ്യേണ്ട. അതാണ് വിചാരായുധൻ എന്ന് പറഞ്ഞത്. വിചാരിച്ചാൽ മതി, ഇവരെല്ലാം കത്തി ദഹിച്ചു പോവും. വിചാരിച്ചില്ല. വിചാരിക്കാഞ്ഞതുകൊണ്ട് എന്തുണ്ടായി? ഗുണമല്ല ഉണ്ടായത്. അനന്തര സംഭവങ്ങൾ തെളിയിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിചാരശൂരനായ പുത്രൻ ഭാരതവർഷത്തിൽ 21 പ്രാവശ്യം ഒരു വാള് പോലെ കറങ്ങി നടന്ന് എല്ലാ വശത്തും മൂർച്ചയുള്ള ഒരു വാളിന് 2 വശമല്ലേ ഉള്ളൂ. ഇത് സർവ്വവശങ്ങളിലേക്കും മൂർച്ചയുള്ള ഒരു വാള് പോലെ കറങ്ങി നടന്ന സർവ്വക്ഷത്രിയന്മാരെയും കൊന്നുകളഞ്ഞു. അധർമ്മികളായ ഇദ്ദേഹത്തിൻ്റെ ക്ഷമ കൊണ്ട് സംഭവിച്ചത് എന്തായിരുന്നു? ലക്ഷക്കണക്കിന് ക്ഷത്രിയന്മാരുടെ തല പോവുക എന്നുള്ളതിനാണ് ആ ക്ഷമ കാരണമായത്. അതുകൊണ്ടാണ് അത്തരം ക്ഷമയ്ക്ക് അർത്ഥമില്ല എന്ന് പറയുന്നത്. പക്ഷേ നിവൃത്തിയില്ല.
അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അത് ജന്മസ്വഭാവമായിരുന്നു. അതിപ്പോൾ ആർക്കും മാറ്റിയെടുക്കാനൊക്കില്ല. ഒരു അരുതാത്ത പാഠമാണ് അതിനകത്തുനിന്ന് കിട്ടുന്നത്. ദേവന്മാർ പ്രതിരോധത്തിന് തയ്യാറാവാത്ത തലത്തിലേക്ക് ഉയർന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഇവർക്ക് അവരെ കീഴടക്കാൻ പൗലോമന്മാർക്ക്, പുലോമയുടെ മക്കൾക്ക്, കാലകേയന്മാർക്ക് അവരെ കീഴടക്കാൻ എളുപ്പമായിരുന്നു. അവരെ കീഴടക്കി ഓടിച്ചു. എന്നിട്ട് ആ പുരം അവരെടുത്തു. ആ പുരം എങ്ങനത്തതായിരുന്നു? ആ പുരം കാമകമായിരുന്നു, മനോജവമായിരുന്നു. വിചാരിക്കുന്നിടത്ത്, അതിലിരിക്കുന്നവർ വിചാരിക്കുന്നിടത്തേക്കൊക്കെ പോകും. മനസ്സ് സഞ്ചരിക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്നതുമായിരുന്നു. അതിലിരുന്നു കൊണ്ട് അനേകം മായായുദ്ധങ്ങൾ നടത്തി. ഇതൊക്കെ അർജുനൻ്റെ സംഭാഷണത്തിലൂടെയാണ്, അർജുനൻ്റെ രചനയിലൂടെയാണ്, അർജുനൻ്റെ വീക്ഷണത്തിലൂടെയാണ്, അർജുനൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. കഥ രചിക്കുമ്പോൾ കഥയിൽ ഏത് തരത്തിലുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ആണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പല പോയിൻ്റ് ഓഫ് വ്യൂ സ്വീകരിച്ചുകൊണ്ട് കഥ എഴുതാം. അനുഭവിച്ചയാൾ അയാൾ തന്നെ പറയുന്ന വിധത്തിൽ ആ ആഖ്യാന രീതി സ്വീകരിച്ചുകൊണ്ട് കഥ രചിക്കാം. അതാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ. ഇങ്ങനെ 24 തരത്തിൽ ഉള്ള നരേഷനുകൾ ഇത് കഥാനിരൂപകന്മാർ ഇതുവരെ ശ്രദ്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്, എണ്ണിയെടുത്തിട്ടുണ്ട് പലതിൽ നിന്നും. കത്തുകൾ അയക്കുന്ന രീതിയിൽ നോവൽ എഴുതുക, ഇങ്ങനെ പലതരത്തിൽ ഉള്ള ആഖ്യാന സമ്പ്രദായങ്ങളുണ്ട്. അങ്ങനെ 23 24 തരത്തിലുള്ള, അത് കാലം പുരോഗമിക്കുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇതിനേക്കാളൊക്കെ എത്രയോ ഏറെയാണ് മഹാഭാരതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ആഖ്യാനതന്ത്രം. അത്ഭുതകരമായ, പഠിക്കാൻ തയ്യാറായാൽ നാം വേദവ്യാസനെ എവിടെയിട്ടെങ്കിലും ഓടിച്ചിട്ട് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കാലിൽ നമസ്കരിക്കത്തക്ക വിധത്തിലുള്ള ആഖ്യാന വൈവിധ്യം, വീക്ഷണകോണ വൈവിധ്യം, പോയിൻ്റ് ഓഫ് വ്യൂ, വീക്ഷണകോണം എന്ന നിലയിലാണ് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നില്ല അത് തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത്. അതുപോട്ടെ, അത് വേറൊരു കാര്യം. ഏതെല്ലാം തരത്തിലുള്ള വീക്ഷണ കോണത്തിലൂടെയാണ് തൻ്റെ ആഖ്യാനതന്ത്രം സഫലമാക്കിയിരിക്കുന്നത് കണ്ടാൽ തന്നെ നാം അത്ഭുതപ്പെട്ടു പോകും. അത് മതി വേദവ്യാസൻ്റെ പ്രതിഭയുടെ ശേഷി അളക്കാൻ വയ്യാത്ത തരത്തിൽ പ്രതിഭാശേഷിയുള്ള ആളാണ്, പ്രതിഭാഗാധതയുള്ള ആളാണ് അദ്ദേഹം എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ആഖ്യാനതന്ത്രത്തിലെ എണ്ണിയെടുക്കാൻ വയ്യാത്ത മനോഹരമായ വൈവിധ്യം ഒരു നിദാനമാണ്. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ലോമശമഹർഷിയെ കൊണ്ട് പറയിപ്പിക്കാം. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നിവരുടെ കൂടെ തീർത്ഥയാത്രയ്ക്ക് നടന്ന ലോമശമഹർഷിയെ കൊണ്ട് പറയിപ്പിക്കാം. മാതലിയെ കൊണ്ട് പറയിപ്പിക്കാൻ വന്നപ്പോൾ മാതലിക്ക് പറയാം. എന്തിനാണിത് ഇവിടെ ഇങ്ങനെ ചെയ്തത്? ഫസ്റ്റ് പേഴ്സൺ നരേഷന് ഒരു പ്രത്യേകതയുണ്ട്. നേരിട്ട് അനുഭവിച്ചയാൾ പറയുന്നതിൻ്റെ ഒരു സുഖം കിട്ടും. അവിടെയുള്ള മറ്റൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആത്മപ്രശംസ വരും. ഈ ഞാൻ 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 എന്നതിലിങ്ങനെ ആവർത്തിച്ച് വരും. പക്ഷേ ഇവിടെ ആത്മപ്രശംസ തോന്നാത്ത വിധത്തിൽ ഞാൻ എന്ന ഉത്തമ പുരുഷനെ, ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ഉത്തമ പുരുഷനാണ്. ഏതോ ഒരു ലേഖനത്തിൽ ഞാൻ കണ്ടു ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളതിന് പ്രഥമ പുരുഷൻ. പെട്ടെന്നൊരു തെറ്റിദ്ധാരണ ഒന്നാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ പ്രഥമല്ലേ, ഫസ്റ്റ് പേഴ്സൺ പ്രഥമ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്നാണ്. അപ്പോൾ ഉത്തമ പുരുഷ ആഖ്യാനത്തിൽ വരാവുന്നത് പ്രധാന കഥാപാത്രം ആ ഉത്തമ പുരുഷൻ തന്നെയാണെങ്കിൽ അയാളെക്കുറിച്ച് പറയേണ്ടി വരും. ആത്മകഥ എഴുതുന്നതിലെ അപകടങ്ങളെല്ലാം അതിൽ വരും. അപ്പോൾ ചില ആളുകൾ ഇത് അറിയേണ്ടതില്ല എന്ന് വിചാരിച്ചാൽ അത് മറച്ചു വയ്ക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആത്മകഥയ്ക്ക് അർത്ഥമില്ലാതെ വരും. അല്ലാത്ത ചിലത് വരുമ്പോൾ ആൾക്ക് ഇത് പൊങ്ങച്ചമായിപ്പോയി എന്ന് പറയും. പൊങ്ങച്ചമാണ് ഈ ആത്മപ്രശംസ. ആത്മപ്രശംസയെക്കാളും ഹീനമായ തരത്തിൽ താൻ തന്നെ ജാക്കി വെച്ച് പൊക്കുമ്പോഴുണ്ടാകുന്നതാണ് പൊങ്ങച്ചം. അപ്പോൾ ആത്മകഥയിൽ പലതും വർണ്ണിക്കുമ്പോൾ പൊങ്ങച്ചമായി വരും. ഈ പൊങ്ങച്ചമില്ലാത്ത വിധത്തിൽ ഒരു വായനക്കാരന് അസുഖം തോന്നാത്ത വിധത്തിൽ, വൈരസ്യം നീരസം തോന്നാത്ത വിധത്തിൽ അത് വർണ്ണിച്ചൊപ്പിച്ചു എന്നതാണ് അർജുനൻ്റെ അതിലെ കഴിവ്. അർജുനന് ആ കഴിവ് കഥാപാത്രം എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്നത് വ്യാസനാണ് താൻ. ഈ അർജുനൻ ആത്മപ്രശംസാപരമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ അവതരിപ്പിച്ചുള്ളൂ. ഇദ്ദേഹത്തിന് അവിടെ പോയപ്പോൾ ഈ ഉർവശിയുടെ ശാപവും ഈ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിച്ചില്ലേ? പറഞ്ഞോ? അതൊക്കെ പറഞ്ഞു. അതൊക്കെ അല്ലാതെ തന്നെ ഇവിടെ അറിഞ്ഞിരിക്കുന്നു.
മഹർഷിമാരിങ്ങനെ വരികയാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരായിട്ട് സ്വർഗത്തിലെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്ത് അറിയുന്നതിന് മുമ്പ് അർജുനൻ വന്നു. അല്ലെങ്കിൽ അർജുനൻ പിന്നെ താമസിച്ചിരുന്നെങ്കിൽ ഇവരെ തകർത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ അർജുനൻ ഇങ്ങോട്ട് പോരാൻ തിടുക്കപ്പെട്ട് നിൽക്കുകയാണല്ലോ. ആ സ്വർഗത്തിലിരുന്നുകൊണ്ട് അർജുനൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ഭൂമിയിൽ എത്തിച്ചേർന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ വിചാരിക്കും. അപ്പോൾ അർജുനൻ സ്വർഗത്തെ അല്ല സ്നേഹിക്കുന്നത്, പിന്നെ എന്തിനാണ്? ഭൂമിയെ ആണ് സ്നേഹിക്കുന്നത്. അപ്പോഴാണ് അർജുനനെ ഈ പാർത്ഥ എന്ന് സംബോധന ചെയ്യുന്നത് വളരെ അന്വർത്ഥമാകുന്നത്. ഭൂമിയോടാണ് അദ്ദേഹത്തിന് പ്രിയം, അല്ല സ്വർഗത്തിനോടല്ല. അതുകൊണ്ട് ഭൂമി വിട്ട് പോകുന്ന കാലത്തും അർജുനന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ പാഞ്ചാലി ഇവിടെ നിൽക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, ഭൂമിയോടുള്ള സ്നേഹമാണത്. എന്ന് വെച്ചാൽ എന്താണ്? ജീവിതത്തെ ഭൗതികമായി സ്നേഹിക്കുക എന്നാണ്. ജീവിതത്തെ ഭൗതികമായി സ്നേഹിച്ച് ആ സ്നേഹത്തെ പരിപൂർണമായി ആസ്വദിക്കാനുള്ള പരിശീലന കളരിയാണ് ആധ്യാത്മിക വിദ്യ. അല്ല ഭൂമിയെ ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയി ഒട്ടിച്ചേരാനുള്ള ലയം പ്രാപിക്കാനുള്ള വിദ്യയല്ല. അതും അതിനകത്തുണ്ടെന്നേ ഉള്ളൂ. ഭൗതിക ജീവിതത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആരാണ് ആസ്വദിക്കുന്നത്? ആധ്യാത്മിക ജ്ഞാനം സിദ്ധിച്ചവർ മാത്രമേ ആസ്വദിക്കൂ. അല്ലാത്തവരെന്ത് ചെയ്യും? കിണറ്റിൽ തവള കിടക്കുന്ന പോലെ കിടക്കുകയുള്ളൂ. കുടിച്ചില്ല ആർക്കും അറിഞ്ഞൂടാ. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് താനും. അപ്പോൾ നാം സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് അത്യന്തം വിപരീതമാണ് ആധ്യാത്മിക വിദ്യയുടെ പരമമായ ലക്ഷ്യം. ഭൗതിക ജീവിതത്തിൻ്റെ ദുഃഖമില്ലാത്ത തരത്തിലുള്ള എല്ലാ സുഖത്തിലും എന്തുണ്ടായിരിക്കും? എല്ലാ സുഖത്തിൻ്റെയും ഹൃദയത്തിൽ ഇരിക്കുന്നതൊരു ദുഃഖമായിരിക്കും. ഇതാണ് ദുഃഖാന്തം സുഖം. എല്ലാ സുഖങ്ങളും ദുഃഖാന്തമാണ്, ദുഃഖത്തിൽ അവസാനിക്കുന്നതാണ്. ആധ്യാത്മിക വിദ്യ പഠിച്ചാലോ എല്ലാ സുഖങ്ങളും സുഖാന്തം തന്നെയായിരിക്കും. അപ്പോൾ സുഖങ്ങളെ സുഖാന്തമാക്കാൻ വേണ്ടി നമ്മുടെ മഹർഷിമാർ, ഭൂസ്നേഹികളായ മഹർഷിമാർ കണ്ടുപിടിച്ച ആധ്യാത്മിക വിദ്യ എന്തായി? ഗുഹയിൽ പോയി ഒളിച്ചിരിക്കാൻ കൊള്ളുന്ന ഒരു വിദ്യയാണ് ഇതെന്ന് അതിന് പിൽക്കാലത്ത് വ്യാഖ്യാനം എഴുതി അതിൻ്റെ പ്രചാരകന്മാർ. അപ്പോൾ തീർന്നില്ല അങ്ങനെ വന്നാൽ. ഹിരണ്യപുരത്തിൽ ഇരുന്നുകൊണ്ട് കാലകയന്മാർ പ്രയോഗിച്ച വിവിധ തരത്തിലുള്ള മായാപ്രയോഗങ്ങളെ മാതലിയുടെ ഉപദേശപ്രകാരം അന്തർധാനം എന്ന അസ്ത്രം പ്രയോഗിച്ച് ഇല്ലാതെയാക്കി. അതോടുകൂടി അവർക്ക് മായകളൊന്നും പ്രയോഗിക്കാൻ വയ്യാതെയായി. അന്തർധാനം ദിവ്യായുധമായതുകൊണ്ട് ആര് കൊടുത്തതാണ് അന്തർധാനം എന്ന ആയുധം? നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്, അത് കുബേരൻ കൊടുത്തതാണ്. സ്വയം അപ്രത്യക്ഷമാവുകയും ചെയ്യാം. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല അതിനുള്ളത്. അന്തർധാനം ചെയ്തിരിക്കുന്ന ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്ന വിപരീത ലക്ഷണപ്രകാരമുള്ള അർത്ഥവും അതിനുണ്ട്. അതാണ് അവർ പ്രയോഗിച്ചത്. അതോടെ അവർക്ക് മായകളൊന്നും പ്രയോഗിക്കാൻ വയ്യാതെയായി. അർജുനൻ അമ്പ ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഹിരണ്യപുരം സ്ഥിതി ചെയ്തിരുന്ന ശൂന്യാകാശത്തിൽ പിന്നീട് എന്താണുള്ളത്? കുറേ മേഘങ്ങൾ. അവിടെ ചെയ്താൽ എന്ത് പറ്റും? അമ്പ് മേഘത്തിൽ കൂടി തൂർന്നു പോയിട്ട് അത് തിരിച്ച് കുളിച്ചേച്ച് വരുന്നത് വരെ വരും. വേഗത്തിൽ പോവില്ലേ മേഘത്തിൽ കൂടി. അപ്പം അമ്പ് നനഞ്ഞ് തിരിച്ച് കിട്ടും. അമ്പ് വെച്ചെന്നാൽ ആ അമ്പ് ആളെ കൊന്നിട്ട് തനിയെ ഊരി അർജുനൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ള സ്വഭാവം കൂടി ഉണ്ട് അർജുനൻ്റെ അമ്പിന്. പ്രയോഗിക്കുന്നത് പ്രയോഗ പ്രതിസംഹാരങ്ങളോടുകൂടിയാണ്. അല്ലാതെ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ കളത്തിന് പുറത്തേക്ക് ഫുട്ബോൾ പോയാൽ അത് എടുത്തുകൊണ്ട് കൊടുക്കാനോ മറ്റോ ഒരാൾ ഇല്ലേ ഉണ്ടോ? അറിഞ്ഞുകൂടാ. എന്താ പുറത്തേക്ക് പോയെന്നാൽ എടുത്തെറിഞ്ഞു കൊടുക്കാനോ എടുത്തുകൊണ്ട് കൊടുക്കാനോ ആളുള്ളത് പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. യുദ്ധക്കളത്തിൻ്റെ അതിർത്തികളിൽ വേണ്ടി അതിനുവേണ്ടി ആളെ നിർത്തുക അങ്ങനെയില്ല. അമ്പ് തനിയെ തിരിച്ചു വരും. അമ്പ് തിരിച്ചു വന്നാലും തിരിച്ചു വന്നില്ലെങ്കിലും തനിയെ തിരിച്ചു വരുന്നുള്ള സങ്കല്പം മനോഹരമാണ്. അങ്ങനെ തിരിച്ചു വന്ന് ഇദ്ദേഹത്തിൻ്റെ തുണിയിരുത്തിൽ തന്നെ കയറി കിടന്നോളും. നമ്മുടെ ഈ അലക്ക് മെഷീനും അരയ്ക്കൽ മെഷീനും ഇടിക്കൽ മെഷീനും പൊട്ടിക്കൽ മെഷീനും തിന്നാൻ മാത്രം മെഷീൻ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ തന്നെ ചെയ്യും. അതും കൂടിയേ ഇനി കണ്ടുപിടിക്കാനുള്ളൂ. അതും കൂടി കണ്ടുപിടിക്കുന്നതോടുകൂടി സ്വച്ഛം സുന്ദരം ആയിട്ട് മാറും മനുഷ്യൻ്റെ ജീവിതം. അമ്പ് കുളിയും കഴിഞ്ഞ് നല്ലതാണ്, അസുരന്മാരുടെ തല കണ്ടിക്കുന്നില്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് കുളിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്തായാലും മേഘത്തിൽ കുളിച്ചിങ്ങനെ തിരിച്ചു വരും.
ചിലപ്പോൾ ഹിരണ്യപുരത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് വലിയ പർവ്വതം, ശൂന്യാകാശത്തിലെ വലിയ പർവ്വതം അവർ മായ കൊണ്ട് സൃഷ്ടിക്കുന്നതാണ്. സാധാരണ ആളുകളൊന്നും പർവ്വതത്തിലേക്ക് അമ്പ അയക്കില്ല. ഒന്ന് ചിലപ്പോൾ തിരികെ വരികയില്ല, പിന്നെ ഒന്ന് അത് ഒടിഞ്ഞ് നുറുങ്ങി അവിടെ തന്നെ പോയി വീഴും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? വജ്രാസ്ത്രമുണ്ട്. വജ്രാസ്ത്രം ഉപയോഗിച്ച് പർവ്വതത്തെ പിളരും. പർവ്വതത്തെ പിളർന്നാലും അവിടെ ഒന്നുമില്ല, പർവ്വതം പിളർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഹിരണ്യപുരം കിട്ടില്ല. ഇങ്ങനെ വിഷമിച്ചു, പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഭീതിയുണ്ടായി. അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്വർഗത്തിലെ പരിചയം എന്താണെങ്കിലും മാതലിക്ക് തന്നെയാണല്ലോ, ഇവരുമായിട്ടുള്ള പരിചയവും മാതലിക്കാണല്ലോ. അപ്പോഴാണ് പറഞ്ഞത് താൻ അന്തർധാനം എടുത്ത് വിടറോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്തർധാനം എടുത്ത് വിട്ടതോടുകൂടി അവർക്ക് മായകൾ പ്രയോഗിക്കാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെട്ടു. ഹിരണ്യപുരം എന്ന ആകാശപുരം, കാമകമായ പുരം, മനോജവമായ പുരം എവിടെ സ്ഥിതി ചെയ്യുന്നുവോ അവിടെ അമ്പ് ചെന്നുകൊണ്ട് ഇവരുടെ എല്ലാം തലതെറിക്കാൻ തുടങ്ങി. പിന്നെ ഹിരണ്യപുരം തന്നെ തകർത്ത് താഴത്തേക്ക് അദ്ദേഹം പൊടിപടലങ്ങളായി താഴത്തേക്ക് വീഴ്ത്തി. അതോടുകൂടി ദേവന്മാർ അർജുനനെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട്, ഇൻഗ്ലാവെന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല, അർജുനന് ജയഭേരികൾ മുഴക്കിക്കൊണ്ട് അപ്സരസുകളുടെ പൂമഴ, മേനക, രംഭ, തിലോത്തമമാരുടെ മോഹിനിയാട്ടം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഭരതമണി, അതിനു മുമ്പേ തന്നെ ഉണ്ട് ഭരതനാട്യം. അപ്പോൾ അവരുടെ ഭരതനാട്യം, പിന്നെ നാടോടി നൃത്തം, ഇങ്ങനെ പലതരത്തിലുള്ള നൃത്തങ്ങളുമായിട്ട് ദേവലോകത്ത് വലിയ ആഘോഷം. ഇതെല്ലാം വർണ്ണിച്ചിട്ട് അർജുനൻ പാഞ്ചാലിയെ ഒന്ന് നോക്കി, നിൻ്റെ ഈ ഇരിക്കുന്ന 4 ഉടങ്കൊല്ലി ഭർത്താക്കന്മാരെ പോലെ ആണോടി ഞാൻ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അത് ധർമ്മപുത്രർക്ക് മനസ്സിലായി. മറ്റ് 3 പേരും അത്ര സൂക്ഷ്മബുദ്ധികൾ അല്ലാത്തതുകൊണ്ട്, എന്നാൽ സൂക്ഷ്മബുദ്ധികളാണെന്നാണ് അവരുടെ ഭാവം. ധർമ്മപുത്രർക്ക് അദ്ദേഹം സൂക്ഷ്മബുദ്ധിയാണ്, അങ്ങനെ അദ്ദേഹം ഭാവിക്കുകയാണ്. ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ധീരകൃത്യങ്ങളെല്ലാം ഇട്ട് ഇതൊന്നും താൻ കേട്ടിട്ടേ ഇല്ല എന്ന നിലയിൽ അവിടെ ഇരുന്നു കൊടുത്തു. അന്നത്തെ രാത്രി നേരം വെളുക്കാറായാണ് അവസാനിച്ചത്. പിറ്റേ ദിവസം രാവിലെ ആ പ്രദേശത്തെല്ലാം വലിയൊരു പ്രഭാപുരം, ദേവന്മാരിലെ പ്രമുഖന്മാരും ദേവേന്ദ്രനും കൂടി വരികയാണ്. കൂടെ പോരാൻ സാധിച്ചില്ല, എന്തോ തിരക്കായിരുന്നു, പുള്ളിക്ക് ഔദ്യോഗികം എന്തോ തിരക്കുണ്ടായിരുന്നു, അതൊന്നും വ്യാസൻ പറയുന്നില്ല. പിറ്റേ ദിവസം രാവിലെയാണ് അദ്ദേഹം എത്തുന്നത്. ദേവേന്ദ്രനെ കണ്ടതോടുകൂടി ധർമ്മപുത്രർ പരിഭ്രമിച്ചു പോയി. എങ്ങനെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വല്ല നിയമങ്ങളും ഉണ്ടോ അത് പറഞ്ഞുകൂടാ. എന്തായാലും കാലയിൽ അങ്ങ് കെട്ടിവിടണം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, എല്ലാ നിയമവും അവിടെ അസ്തമിച്ചു പോകും. എന്തൊക്കെ അനുസാരികളാണ് ഒരുക്കേണ്ടത്, പിന്നെ മുന്നറിയിപ്പൊന്നുമില്ല, ഞാൻ വരും എന്നുള്ള ഭീഷണിയില്ല. അതുകൊണ്ട് സ്വസ്ഥനായിട്ട് അങ്ങ് ഇരിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞു, അർജുനനും വന്നു. എല്ലാ ദിവസവും അദ്ദേഹം അർജുനന് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ധർമ്മപുത്രർ. അർജുനനെ വിചാരിക്കാൻ 45 അങ്ങനെ ഒരു ടൈം ടേബിൾ. ആ സമയത്ത് ഇങ്ങനെ അർജുനനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുളി, പൂജ, തേവാരം ഇതെല്ലാമായിട്ട് പിന്നെ ഭീമൻ്റെ സാഹസത്തിന് പോയി എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് പരിഹരിക്കാൻ പോകാനും ഒരു ടൈം ടേബിളിൽ സമയം. അതെല്ലാം തീർന്നു, സ്വസ്ഥനായി പരമസന്തുഷ്ടനായിട്ട് അങ്ങോട്ടിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ഇദ്ദേഹം വന്നിറങ്ങുന്നത്. ദേവേന്ദ്രൻ ആകെ പരിഭ്രമിച്ച് പൂജാപാത്രം എടുക്കണോ, വെള്ളം എടുക്കണോ, നെല്ലെടുക്കണോ, അക്ഷതം എടുക്കണോ, വിളക്ക് കത്തിക്കണോ, ആകെ പ്രശ്നം. ഇതെല്ലാം കൂടി ചെയ്യാൻ പെട്ടെന്ന് സാധിക്കാഞ്ഞുകൊണ്ട് നേരെ കാലയിലേക്ക് കെട്ടിയുണി അവിടെ കിടന്ന് അയ്യോ കൊത്തോ എന്ന് പറഞ്ഞൊരു കരച്ചിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് സംതൃപ്തിയായി. കാല വീഴുന്ന പോലെ ഒരു സംതൃപ്തി പിന്നെ വേറെ മനുഷ്യന് കിട്ടാനില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഴുന്നേൽക്ക്, നീ എന്നെക്കാളും യോഗ്യനാണ് എന്ന് പറയും, നീ എൻ്റെ കാലിൽ വീഴരുത് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് കൊള്ളാമല്ലോ, ഞാനും അപ്പോൾ അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ, ആയുധാഭ്യാസത്തിലൊക്കെ ഇത്തിരി മടിയൊക്കെ പണ്ട് കാണിച്ചിരുന്നുവെങ്കിൽ തന്നെയും അങ്ങനെ പ്രശംസിച്ച് അദ്ദേഹത്തെ ഉയർത്തി നിർത്തിയിട്ട് പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ പോവുകയാണല്ലോ, കുരുക്ഷേത്ര യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കും. ഇതാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് പറയുകയാണ്. വളരെ കാലമായി അധാർമികന്മാരെ ഉന്മൂലനം ചെയ്യുക എന്ന വ്യാപാരത്തിൽ മാത്രം നിമഗ്നനായിരുന്ന ഒരു മഹാവ്യക്തിത്വം വന്നിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ നിങ്ങൾ വിജയിയാകും, കർണനെ ഇവൻ നിഹനിക്കും എന്ന് പറഞ്ഞു.
അതിനുള്ള ആയുധങ്ങളെല്ലാം 15 ദിവ്യായുധങ്ങൾ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രയോഗിച്ചാൽ തന്നെ കുരുക്ഷേത്രത്തിൽ സന്നിഹിതരാകാൻ പോകുന്ന അക്ഷൗണികൾ മുഴുവൻ നശിച്ചു പോകും. അതുകൊണ്ട് എങ്ങനെ ജയിക്കും എന്നതിനെ സംബന്ധിക്കുന്ന അപായ ചിന്ത ഇനി നിനക്ക് വേണ്ട. നിൻ്റെ മനസ്സിൽ നിന്ന് പരാജയ ബോധം തന്നെ നിനക്ക് ഇല്ലാതെയാക്കാം. അതിന് ഞാൻ വിശേഷാൽ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ദേവന്മാരും എല്ലാവരും ആ പേര് പറഞ്ഞുകൊണ്ട് ഓരോ ദേവനും ഇദ്ദേഹത്തെ അനുഗ്രഹിക്കും. മറ്റുള്ളവരെല്ലാവരും ഇവരെ നമസ്കരിക്കും. അങ്ങനെ അവർ അവിടെ നിന്ന് ദേവന്മാരും ദേവേന്ദ്രനും കൂടി യാത്ര പറഞ്ഞു പോകും. ഈ പ്രകൃത്യതീത ശക്തികൾ മുഴുവനും പാണ്ഡവപക്ഷത്തായിരുന്നു ആയിരുന്നു. ഈ ധർമ്മപക്ഷമല്ലേ? അപ്പോൾ ധർമ്മപക്ഷത്തല്ലേ അവർക്ക് നിൽക്കാനൊക്കൂ. പക്ഷേ ഭൗതികമായ ബാധ്യത, ഭരണപരമായ ബാധ്യത, ഔദ്യോഗികമായ ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഭീഷ്മരും ദ്രോണരും കൃപരുമൊക്കെ അധാർമിക പക്ഷത്ത് നിന്നുകൊണ്ട് പൊരിയത്. ആ ഒരു പ്രത്യേക സമയത്ത് എങ്ങനെ പോരുമെന്നുള്ള അവരുടെ ആശങ്കയായിരുന്നു. ആ ആശങ്കയുടെ അർത്ഥം എന്താണ്? അവർ പരിപൂർണമായ സത്യബോധത്തിൽ ജീവിക്കുന്നവരല്ല എന്ന് മാത്രമാണ് ആ ആശങ്കയുടെ അർത്ഥം.